ശ്രീ ഡീൻ കുര്യാക്കോസ്, BPP മുസ്തഫയുടെ വാദങ്ങൾക്കുള്ള മറുപടി. അല്ല, എനിക്കൊരു 2 മിനിറ്റ് തന്നാൽ മതി. അതായത് ഇദ്ദേഹം പറയാൻ ശ്രമിച്ചത് 100% അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കാര്യം പറയാം, മുസ്തഫ, നിങ്ങൾ കുറിച്ചു വെച്ചുള്ളൂ, നിങ്ങളൊക്കെ രക്തമൂറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളുടെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് മനസാക്ഷിയില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ വീണ്ടും വീണ്ടും ഈ വിധത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. നിങ്ങൾക്കതിന് മടിയില്ല, നിങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ട്. കാരണം നിങ്ങളിതൊക്കെ കണ്ടും കേട്ടും ശീലിച്ചും ചെയ്തുമൊക്കെ പാരമ്പര്യമുള്ളവരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ അനുഭവം, ഞങ്ങളുടെ അനുഭവം. അതുകൊണ്ട് ഞങ്ങൾക്കിതിലൊന്നും അതിശയോക്തിയില്ല. ഞങ്ങൾക്ക് ആകെ അതിശയോക്തിയുള്ളത് ഈ സർക്കാരിൻ്റെ ചില ചെയ്തികളെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ വന്ന് പർവ്വതീകരിക്കുമ്പോൾ അത് നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിലാണ് ഞങ്ങൾക്ക് അതിശയോക്തിയുള്ളത്. അതായത് ഇവിടെ എന്താ പറയുക, നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ, ആ പെരിയയിലെയും കാസർകോട്ടെയും ഒക്കെ സ്ത്രീജനങ്ങൾ, അവർക്ക് പല രാഷ്ട്രീയമൊന്നും ഉള്ളവരൊന്നുമല്ല. ഇപ്പം ബംഗാൾ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ ചൂലെടുത്തടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് ജനങ്ങൾ മനസ്സിലാക്കുക എന്ന്. ഹലോ 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 ഡീൻ കേൾക്കാവോ? ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നു. അതായത് ചാനലിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം കരുണാകരൻ അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ ഈ വിധത്തിലൊക്കെ പറയുന്നതൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ CBI അന്വേഷണത്തെക്കുറിച്ച്, എന്താണ് CBI അന്വേഷണത്തിൻ്റെ അനിവാര്യത എന്നതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ പറയാം. ഇവിടെ ഈ മുസ്തഫ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലം തുളസി ഒരു യോഗത്തിൽ പ്രസംഗിച്ചത്. സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട്, സ്ത്രീകളെ വകവരുത്തിക്കളയും, ഇല്ലായ്മപ്പെടുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി പ്രസംഗം അദ്ദേഹം നടത്തി. അത് പറയുമ്പോൾ അറിയാം ഈ കൊല്ലം തുളസിക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല എന്ന്. കാരണം കൊല്ലം തുളസി ആരാണ്? കൊല്ലം തുളസി BJPയുടെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവോ അങ്ങനെ വല്ലതും ആണോ? അദ്ദേഹം അതൊക്കെ ഒരു പ്രസംഗത്തിൻ്റെ രൂപത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് അങ്ങേയറ്റം അപലപനീയമാണ്, തോന്നിയവാസമാണ്. അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷേ അത് പറയുമ്പോഴും നമുക്കറിയാം കൊല്ലം തുളസി ആ പറഞ്ഞ കാര്യമൊന്നും നടപ്പാക്കാൻ പോകുന്ന അതിനുള്ള ശേഷിയുള്ള ആളല്ല. എന്നിട്ടും കേരള പോലീസ് കൊല്ലം തുളസിക്കെതിരെ കേസെടുത്തില്ലേ? കൊല്ലം തുളസിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലേ? എന്നിട്ടാണോ ഈ മുസ്തഫയെ അറസ്റ്റ് ചെയ്യാത്തത്? ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഇരട്ട കൊലപാതകം നടന്ന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മുസ്തഫ ചാനലിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ അവസ്ഥയിലാണ് അന്വേഷണം പോകുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ CBI അന്വേഷണം അല്ലാതെ കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് പറയണമോ? ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. മുഖ്യമന്ത്രി അടക്കം, പിണറായി വിജയൻ അടക്കം, CPMൻ്റെ ഏത് നേതാവാണ് മഞ്ജുഷയെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തത്? വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ, കൊലപാതക കേസിൽ പ്രതിയായ ആളല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? എന്ന് പറഞ്ഞ പോലെ കോടിയേരി ബാലകൃഷ്ണൻ, ഇവരൊക്കെ, P ജയരാജൻ അടക്കം, CPMൻ്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ, ഇവർക്കൊക്കെ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തിയ ചരിത്രം മാത്രമാണുള്ളത്. അപ്പോൾ അധികാരം കയ്യിലിരിക്കുമ്പോൾ ഇവർ ഏത് വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് ന്യായമായി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് എന്താണ് നിർവാഹമുള്ളത്? ഈ രാജ്യത്ത് നിയമനീതിന്യായ വ്യവസ്ഥിതി സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ന്യായവും നീതിയും ഉറപ്പാക്കാൻ ഏത് അന്വേഷണത്തോടാണ് ഞങ്ങൾ പൊരുത്തപ്പെടേണ്ടത്? അപ്പം ഞങ്ങൾ CBI വന്നാൽ എല്ലാം ശരിയാകുമെന്ന വിശ്വാസമുണ്ടോ? CBI വന്നാൽ എല്ലാം ശരിയാകുമെന്ന വിശ്വാസമുണ്ടോ? മാത്രമല്ല ഇക്കാര്യത്തിലൊക്കെ CBI ഈ ഗൂഢാലോചന കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. CBIക്ക് താല്പര്യമുണ്ടാകാറില്ല. അല്ല മഞ്ജുഷ, ഞങ്ങളുടെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ പിന്നെ എന്താവശ്യപ്പെടും? SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ വെള്ളപൂശിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ കേസ് നീട്ടിക്കൊണ്ടു പോകുന്ന CBI സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഇവരൊക്കെ ചേട്ടൻ ബാവയും അനിയൻ ബാവയുമാണ്, മുണ്ടുടുത്ത മോഡിയും കോട്ടിട്ട മോഡിയുമാണ്. ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. അതുകൊണ്ടൊന്നും CBI അന്വേഷണം കൊണ്ടെല്ലാം തൃപ്തികരമാണ് എന്നൊന്നും ഞങ്ങൾ ഇവിടെ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ ഷുഹൈബിൻ്റെ മരണമുണ്ടായി, ആകാശ് തില്ലങ്കരി, ഇവിടെ ഇപ്പം ഞാൻ ഒരു സെൻറ്റൻസ് കൂടി ഈ കൊലവിളി പ്രസംഗത്തെക്കുറിച്ച് പറയുകയാണ്. ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തിയതുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്തിട്ടുണ്ടോ അതിനു മുമ്പ് നടത്തിയ കൊലവിളികളെല്ലാം ശരിയായിരുന്നു. ആകാശ് തില്ലങ്കരി ഉൾപ്പെടെ ഷുഹൈബിനെ വകവരുത്തുമെന്ന് കൊലവിളിച്ച് മുദ്രാവാക്യം വിളിച്ചു പോയത് പിന്നെ ഷുഹൈബിനെ വകവരുത്തി. ആ ആകാശ് തില്ലങ്കരി ആരുടെ വലങ്കൈയായിരുന്നു? P ജയരാജൻ്റെ.
ആ പി ജയരാജനിലേക്ക് ടി പി കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. ശ്രീ ഡീൻ കുര്യാക്കോസ് ശരിയാണ്, ടി പി കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. അവിടെയും ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ VPP മുസ്തഫ നൽകിയ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ ജനുവരിയിലെ പ്രസംഗം, അത് ഈ പീതാംബരൻ ആക്രമിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. അന്നത്തെ പ്രസംഗം ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. അതിൽ അദ്ദേഹം ഇനി അങ്ങനെ ഒരു അക്രമം ഉണ്ടാകരുത്, ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അത് ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ്. എന്തായാലും അദ്ദേഹം അക്കാര്യത്തിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കുക ഉണ്ടായിട്ടുണ്ട്. VPP മുസ്തഫയെ അന്നത്തെ പ്രസംഗത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുകയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള വാദം, താങ്കൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ആ ഒരു വാദത്തെ നേരത്തെ കൊല്ലം തുളസിയുടെ ഉദാഹരണം ഇവിടെ ഡീൻ ചൂണ്ടിക്കാട്ടിയതാണ്. അദ്ദേഹത്തിന് അറസ്റ്റിലാകേണ്ടി വന്നിരുന്നു ആ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ. അല്ല, തീർച്ചയായിട്ടും ഞാനതിൽ രണ്ട് വശം. ഒന്ന്, മുസ്തഫ 7-ാം തീയതി പ്രസംഗം നടത്തുമ്പോൾ 7-ാം തീയതിക്ക് ശേഷം ഈ കഴിഞ്ഞ 35-40 ദിവസമായി അവിടെ വേറെ എന്തെങ്കിലും അക്രമം കോൺഗ്രസ്സുകാർ കാണിച്ചോ? ഇനി ഞങ്ങൾ പാതാളത്തിലേക്ക് പോകും, ഇനിയും ആക്രമിച്ചാൽ ഞങ്ങൾ പാതാളത്തിൽ നിന്ന് ഉയർന്നു വരും എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവിടെ സംഭവിച്ചോ? അതോ അന്ന് മുസ്തഫ പറഞ്ഞ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അതാണോ അവിടെ സംഭവിച്ചത്? അതാണോ അവിടെ നടന്നത്? അവിടെ നടന്നതും അങ്ങനെയല്ല. ഈ പറഞ്ഞ ഒരല്പം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും പ്രതികാരം ചെയ്യും എന്ന സന്ദേശമാണ് മുസ്തഫയുടെ പ്രസംഗത്തിലുള്ളത് എന്ന് ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാവ് എന്ന നിലയിൽ ഈ പ്രസംഗം നടത്തിയാൽ, നമുക്ക് TP ചന്ദ്രശേഖരൻ്റെ പൂക്കുല പോലെ തല ചിതറും എന്ന് പറഞ്ഞ പ്രസംഗമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പം നേരത്തെ മറ്റു പ്രസംഗങ്ങളും തില്ലങ്കേരിയുടെയും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൂഢാലോചന ഇതിലുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് സാധാരണ മനുഷ്യർ ചെയ്യുക. കാരണം ഒരു പാർട്ടി ഇങ്ങനെ പെട്ടെന്ന് ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ ഓടിപ്പോയി ഒരാളെ കൊല്ലും എന്നോ അതിനുശേഷം അയാളുടെ വീട്ടിൽ പാർട്ടി MP പോയി ആശ്വസിപ്പിക്കുമെന്നോ പറയുമ്പോൾ ഇതിൽ പാർട്ടിക്ക്, അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, പാർട്ടിക്ക് ഒരു പങ്കുമില്ല, ഏതോ ഒരാളുടെ തെറ്റായ പ്രവർത്തനം, പാർട്ടിക്കെതിരായ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ ആളുടെ വീട്ടിൽ പാർട്ടി MP പോവാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായും ഇതിൽ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് വരുമ്പോൾ മുസ്തഫയുടെ ഈ കൊലവിളി പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം അദ്ദേഹം എങ്ങനെ വേണ്ടി ന്യായീകരിക്കട്ടെ, ഞാനതിനെ ഒരു വിശേഷണവും ചേർക്കാതെ ശ്രീ മുസ്തഫ നടത്തിയ പ്രസംഗം സംശയാസ്പദമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടില്ലേ? അതിനുശേഷം ഒരു പ്രകോപനവുമില്ലാതെ കഴിഞ്ഞ 40 ദിവസം കഴിഞ്ഞ് ഇവരെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ യു വെയിറ്റ് ഫോർ സം ടൈം, ഞങ്ങൾ തിരിച്ചടിക്കും എന്നല്ലേ ആ പ്രസംഗത്തിൻ്റെ വായിച്ചെടുക്കാവുന്ന അർത്ഥം. അങ്ങനെ വരുമ്പോൾ നേരത്തെ മുസ്തഫ കുറ്റവാളിയാണെന്നോ അല്ലോ എന്നും പറയാനുള്ള കോടതിയുടെ വിവരമൊന്നും എനിക്കില്ല. ഇതിൽ മുസ്തഫയെ ചോദ്യം ചെയ്യേണ്ടത് സ്വാഭാവികമായും ഏത് പോലീസിൻ്റെയും ഒരു രീതിയാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ റോഡിൽ നിന്ന് ഞാൻ അവനെ കൊല്ലും എന്നാരെങ്കിലും അവനെ ഞാൻ എടുത്തോളാം എന്ന് തെരുവിൽ നിന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടാൽ പിറ്റേ ദിവസം ഈ പറഞ്ഞ ആളെ തീർച്ചയായിട്ടും പോലീസ് ചോദ്യം ചെയ്യുമല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഇവിടെ അതില്ല എന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ച് ആണെങ്കിലും പോലീസ് ആണെങ്കിലും CBI ആണെങ്കിലും, നാളെ CBI ഇതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ CBI ഒരു സ്വർണം കൊണ്ട് പൂച്ചുന്ന ആളൊന്നുമല്ല, പക്ഷേ CBI ആണെങ്കിലും ഇത് ഇദ്ദേഹം പ്രതിയാണെന്ന് ചോദ്യം ചെയ്യാനെങ്കിലും അവർ തയ്യാറാവണം എന്ന വാദത്തെ തള്ളിക്കളയാൻ പറ്റില്ല. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ VPP മുസ്തഫ, ഈ ഒരു കൃത്യത്തിലേക്ക് നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സംഭവം അല്ല എങ്കിൽ പോലും ഇപ്പോൾ കൊല്ലം തുളസിയുടെ കാര്യം പോലും ഇവിടെ ഉദാഹരണ സഹിതം ഡീൻ കുര്യാക്കോസ് പറഞ്ഞതാണ്. ചോദ്യം ചെയ്യലുണ്ടായി, അറസ്റ്റ് ഉണ്ടായി. അവിടെ താങ്കളെ വെറുതെ വിടുകയാണ്, താങ്കളെ മൈൻഡ് പോലും ചെയ്തില്ല ലോക്കൽ പോലീസ് താങ്കളുടെ ആ പ്രസംഗത്തിൻ്റെ പേരിൽ. ഇതൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ പാർട്ടിയെ നിർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ പൊതുസമൂഹം എന്തായാലും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കൊപ്പമേ നിൽക്കുകയുള്ളൂ, അല്ലാതെ പാർട്ടിക്കൊപ്പം നിൽക്കുകയില്ല ഈ വിഷയത്തിൽ. അതല്ലെങ്കിൽ പാർട്ടി തെളിയിക്കണമായിരുന്നു. താങ്കളുടെ ഒരു കൃത്യമായ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് സമുന്നത നേതാവായ CPMൻ്റെ MP P കരുണാകരൻ പ്രതിയുടെ വീട്ടുകാരെ സന്ദർശിക്കാൻ പോയത്. ഇതൊക്കെയാണ് സംശയനിഴലിൽ നിർത്തുന്നത്. അവിടെ പാർട്ടിയെ തകർക്കുവാനുള്ള ഉദ്യമം എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല.
എന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കി എന്ന് പോലീസ് വെളിപ്പെടുത്തിയോ? അന്വേഷക സംഘം വെളിപ്പെടുത്തിയോ? ചോദ്യം ചെയ്തോ താങ്കൾ? ഇവിടെ കൊല നടന്ന് പോലീസ് അന്വേഷണം നടത്തിയിട്ട് അതിലെ മുഖ്യപ്രതികളെ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യ ദിവസങ്ങളിൽ നടത്തുക. സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ടാണ് അവരെ ഈ കൃത്യത്തിന് നിയോഗിച്ച ഗൂഢാലോചന നടത്തിയവരാര് അവരിലേക്ക് അന്വേഷണം ചെല്ലുക. ആ നിലയിലല്ലേ അന്വേഷണം വരിക. സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ പറയുന്ന ആരോപണം പോലെ ഞാൻ ഈ കൊലവിളി പ്രസംഗത്തിലൂടെ ഈ കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായ ഒരാളാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് പിണറായി വിജയന്റെ ഭരണത്തിലെ ഈ അന്വേഷക സംഘം എന്റെ നേരെയും വന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ പല കേസുകളിലും CPM-കാർ തന്നെ പ്രതിയായിട്ടുള്ള നിരവധി കേസുകളിൽ ഈ 1000 ദിവസത്തിനിടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള സംശയവുമില്ല. ഈ അന്വേഷണ സംഘം നീതിപൂർവ്വം പോവും, പക്ഷഭേദം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കൊല നടന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചോദിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ മഞ്ജുഷും ഡീൻ കുര്യാക്കോസും തീരുമാനിച്ചാൽ നടക്കട്ടെ, പക്ഷെ എനിക്കറിയില്ല. അപ്പൊ അതാണ് ഒരു ഗതി. അതുകൊണ്ട് എന്റെ സ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ സംശയത്തിന്റെ നിലയിൽ നിന്നോ ഒഴിവാക്കി എന്ന് ഇതുവരെ അന്വേഷണ സംഘം വെളിപ്പെടുത്തിയത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് തന്നെയാണ് നീതികേട് എന്ന് ഞാൻ പറയുന്നത്. മുസ്തഫയ്ക്ക് പോലും ബോധ്യമില്ല അദ്ദേഹത്തെ ഒഴിവാക്കിയത് അന്വേഷണ സംഘം പറയാതെ എങ്ങനെ പൊതുസമൂഹത്തിന് അത് തീരുമാനിക്കാൻ കഴിയുമെന്നാണ്. മഞ്ജുഷേ, ഇദ്ദേഹത്തിൻ്റെ ഈ തൻ്റെ ഇടമുണ്ടല്ലോ, ആ തൻ്റെ ഇടം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇവരൊക്കെ തന്നെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. 4 ദിവസം കഴിഞ്ഞില്ലേ ഈ പ്രസംഗം നമ്മൾ ചർച്ച ചെയ്തിട്ട്? 4 ദിവസം കഴിഞ്ഞിട്ടും സുരക്ഷിതനായി ഈ ചാനൽ മുറിയിൽ വന്നിരുന്ന് ചർച്ച നടത്താൻ ഇദ്ദേഹത്തിന് ധൈര്യം കിട്ടിയെങ്കിൽ ആ ധൈര്യം എന്ന് പറയുന്നത് ഈ ആളെ കൊല്ലുന്ന ധൈര്യം തന്നെയാണ്. ഇതൊക്കെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഇപ്പോൾ ആകാശ് തില്ലങ്കേരി പിടിക്കപ്പെടുമ്പോൾ P. ജയരാജൻ സുരക്ഷിതരായിരിക്കുന്ന ഇവരുടെ തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശമുണ്ടല്ലോ, ഈ പാർട്ടിക്കകത്ത് ഗൂഢാലോചകരുടേതായിട്ടുള്ള ഒരു അന്തർധാരയുണ്ട്. അതിലൊക്കെ പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോയാൽ ഇവിടെ കുറ്റവാളികൾ സുരക്ഷിതരായിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ ഈ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പം ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങൾക്കെതിരെ കേരളം മുഴുവനുള്ള കേസുകളാണ് ചാർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, കേരളത്തിലുള്ളതല്ല, നിങ്ങൾ ഇന്ത്യ രാജ്യം മുഴുവനുള്ള കേസുകൾ ഈ സമരം ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മേലെ കൊണ്ടുവന്ന് ചാർത്തുക. ഇതൊക്കെയാണ്. അപ്പോൾ അവസാനം നിരപരാധികൾ കുറ്റവാളികളായി വരികയും അതുപോലെ എന്താ പറയുക, ഈ കൊടും ക്രിമിനലുകൾ, ഈ കൊലയാളികൾ അവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇവർ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിടുന്നു, ഇനി അതല്ലെങ്കിൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് പറയുന്നു. ഇതിനിടയിലൂടെയൊക്കെ ഇവിടെ സാഹചര്യ തെളിവുകൾ എല്ലാം തേച്ചു മാച്ച് കളഞ്ഞ് പൂർണ്ണമായും കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു നാൾ പീതാംബരൻ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഒരു നിലയിലേക്കാണ് ഇവർ ഈ കേസ് അന്വേഷണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ശ്രീ CR നീലകണ്ഠൻ, ഇക്കാര്യത്തിൽ ഇനി അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ എന്ത് സർക്കാർ ചെയ്യണം? എന്ത് കാര്യം ചെയ്താലും അതിനെതിരെ വിമർശനം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ, കാരണം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. സർക്കാർ ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞതുപോലെ ഇതിൽ ഗൂഢാലോചനയുണ്ടോ, ഗൂഢാലോചനയ്ക്ക് പ്രതികളുണ്ടോ, പ്രതികളുണ്ടെങ്കിൽ സമുന്നതരായ അല്ലെങ്കിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ബന്ധമുണ്ടോ, ഉണ്ട് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നു, പലരും വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം ഇല്ല എന്നും അതില്ല, ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ മുസ്തഫ പറഞ്ഞു എന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. പ്രശ്നം അവിടെ തന്നെയാണ്. ചോദ്യം ചെയ്തോ ഇതുവരെ, ചെയ്യാതിരുന്നത് എന്തുകൊണ്ട്, അത് മുസ്തഫയ്ക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മറുപടി പറയേണ്ടത് രാജ്യം ഭരിക്കുന്നവരാ. ഞാൻ ശ്രീ മുസ്തഫ മറുപടി പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം പ്രതി മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പ്രതി മിണ്ടാതിരുന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിശ്വസനീയമാകണമെങ്കിൽ ആ അന്വേഷണത്തിൽ ഇപ്പോൾ ചാർജ് ഷീറ്റ് വരുമ്പോൾ വ്യക്തിവിരോധം കൊണ്ട് ഇവര് എന്തോ ചെറിയ നിങ്ങൾ അതിന് കൊടുക്കൂ. അല്ല, തെളിവുണ്ടല്ലോ. അല്ല മുസ്തഫ, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തെരുവിൽ നിന്ന് ഞാൻ ഇവനെ കൊല്ലും എന്നൊരാൾ പറഞ്ഞാൽ പിറ്റേ ദിവസം ഇയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്ത് കൊല്ലാൻ എന്നെങ്കിലും അന്വേഷിക്കട്ടെ. പ്രസംഗം കേൾക്കാതെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ ഒരാളെ കൊല്ലാനും ഞാൻ പ്രസംഗം കേട്ടു. പറയാത്ത കാര്യം ഒരാളെ കൊല്ലാനല്ല, നിങ്ങൾ ഈ ഒരാളെ കൊല്ലാനല്ല. അല്ല, ഇവിടെ മുസ്തഫ ഇടപെടുകയാണ് ശ്രീ CR നീലകണ്ഠൻ. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി, അതുകൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും ഒരാളുടെ കാര്യമല്ല, ആരും ബാക്കി ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള പരാമർശമാണ് VPP മുസ്തഫയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ആ പ്രസംഗ ഭാഗത്ത്.
സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. ഇനി മഷിനോട്ടം.